നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെ ഇറക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഭീകരമായ വോളറ്റിലിറ്റി ഉള്ള ഒരാഴ്ചയാണ് കടന്നുപോയത്. കഴിഞ്ഞ ആഴ്ച ട്രേഡേഴ്സിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായിരുന്നു. ഈ ഒരു ആഴ്ചയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നിർത്തിയിടത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് വലിയ തോതിൽ ഇടിഞ്ഞു. വലിയ തോതിൽ ഇടിഞ്ഞതിന് ശേഷം നിഫ്റ്റി കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ക്ലോസിങ്ങിൽ നിന്ന് ഒരു 100 പോയിന്റ് ഉയർന്ന രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നിഫ്റ്റി കാണാം, വെള്ളിയാഴ്ചയിലെ ക്ലോസിങ് 22,574, ഇപ്പോൾ നിൽക്കുന്നത് 22,693. ഏകദേശം ഒരു 120 പോയിന്റിൻ്റെ ഗെയിൻ നിഫ്റ്റിയിൽ കണ്ടു. സ്വാഭാവികമായ രീതിയിൽ നിഫ്റ്റിയിൽ ഗെയിൻ കാണുമ്പോൾ നമ്മുടെ നിഫ്റ്റിയുടെ സ്പോട്ട് മാർക്കറ്റ് 9:15 ഓപ്പൺ ആകുമ്പോൾ ഈ ഒരു 120 പോയിന്റ് ഹയർ ആയിട്ട് ഓപ്പൺ ആകാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. 120 പോയിന്റ് കിട്ടില്ലെങ്കിൽ കൂടിയും 50 പോയിന്റിന് മുകളിൽ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഇന്ന് എക്സ്പെക്ട് ചെയ്യാം, ഇതുവരെയുള്ള മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച്. ഇനി പ്രധാനമായിട്ടും ഇതിനൊരു പ്രധാന കാരണമായിട്ടുള്ളത് US മാർക്കറ്റ് തന്നെയാണ്. US മാർക്കറ്റിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ആപ്പിൾ ഉൾപ്പെടെയുള്ള കമ്പനീസിൻ്റെ ശക്തമായിട്ടുള്ള ഒരു Q1 റിസൾട്ട്, അവിടെ Q1 റിസൾട്ടും കൂടാതെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം അവിടുത്തെ നോൺ ഫാം പേറോൾ ഡേറ്റ ഉണ്ടായിരുന്നു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു നോൺ ഫാം പേറോൾ ഡേറ്റ. സെപ്റ്റംബറിൽ യുഎസിലെ അവിടുത്തെ സെൻട്രൽ ബാങ്ക് റേറ്റ് കട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു നോൺ ഫാം പേറോൾ ഡേറ്റയാണ് അവിടെ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ കാരണം US മാർക്കറ്റ് അതിശക്തമായ രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നിഫ്റ്റിയിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. അതിനുശേഷം അത് കൺഫേം ആക്കിയതിന് ശേഷം നമ്മുടെ മാർക്കറ്റിലേക്ക് വരാം. ഗ്ലോബൽ മാർക്കറ്റിലെ ഏറ്റവും താഴെ കാണാം US ഫിക്സ് 6% ഫോളായി 12. നാസ്ഡാക്ക് 1-2% അടുത്ത് റാലി രേഖപ്പെടുത്തി 315 പോയിന്റ്. ഡോ 1% മുകളിൽ റാലി രേഖപ്പെടുത്തി 450. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായ രീതിയിലാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കൺഫേം ആയിട്ടുണ്ട്. ഇനി ഏറ്റവും ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ ബാക്ക് ടു $64 എത്തി നിൽക്കുന്നുണ്ട്. എന്നാൽ ഗോൾഡിലും സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഏഷ്യൻ മാർക്കറ്റിൽ ഓസ്ട്രേലിയ മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളൂ, അത് പോസിറ്റീവാണ്. ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം യൂറോപ്യൻ US മാർക്കറ്റുകൾ അതിശക്തമായ രീതിയിൽ തിരിച്ചെത്തുകയും അതുവഴി നിഫ്റ്റി ഒരു 100 പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് എത്തുകയും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ബിറ്റ്കോയിൻ 64,000 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് തിരികെ വന്നിട്ടുള്ളത് ബിറ്റ്കോയിൻ ഇൻവെസ്റ്റേഴ്സിന് വളരെയധികം അത് ഉന്മേഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇനി ഗോൾഡ് വാങ്ങാനായിട്ട് പോകുന്ന സാധാരണക്കാരെ സംബന്ധിച്ച് ഗോൾഡ് ഇപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ സമീപ സമയത്തെ ഒരു ലോയിലാണ്. ആ ഒരു ടെൻഷൻ, ഒരു ഇറാൻ ടെൻഷനല്ല തന്നെ ഒരു കൂൾ ഡൗൺ ആയിട്ടുള്ളതും ഫർദറായിട്ട് ഒരു എസ്കലേഷനും രണ്ട് രാജ്യങ്ങളും നടത്താത്തതും കാരണം ഗോൾഡ് ഒരു കൂൾ ഡൗൺ ആയിട്ടുള്ളൊരു റേഞ്ചിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഏകദേശം ഒരു $100 പെർ ഔൺസിന് ഏകദേശം ഒരു രണ്ടാഴ്ചയിലെ ഗ്യാപ്പ് കൊണ്ട് ഗോൾഡ് ഇടിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്കുള്ള കുറച്ച് വാർത്തകൾ, നിറഞ്ഞു നിൽക്കുന്ന സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. കൊട്ടാക് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 18% ഉയർന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 13% ഉയർന്നു. ₹2 ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബ്രിട്ടാനിയ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 4% കുറഞ്ഞ് ₹538 കോടി ഡിവിഡൻഡ് ₹73 പെർ ഷെയറിന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ടൈറ്റൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 7% ഉയർന്ന് ₹786 കോടി ഡിവിഡൻഡ് ₹11 കമ്പനി കൊടുക്കുന്നുണ്ട്. അവന്യൂ സൂപ്പർ മാർക്കറ്റ് നെറ്റ് പ്രോഫിറ്റ് 22% ഉയർന്ന് ₹563 കോടി കരസ്ഥമാക്കി. റവന്യൂ 20% ഉയർന്ന് ₹12,726 കോടി കരസ്ഥമാക്കി. M&M ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 9.5% ഇടിഞ്ഞ് 6.3 നെറ്റ് പ്രോഫിറ്റ് 9.5% ഇടിഞ്ഞു. കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ₹6.30 പെർ ഷെയറിന് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ടാറ്റ ടെക്നോളജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 28% ഇടിഞ്ഞ് ₹157 കോടി കരസ്ഥമാക്കിയിട്ടുള്ളത് കമ്പനി. കൂടാതെ തന്നെ ₹8.40 ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. CDSL കമ്പനി ഇവരുടെ അറ്റാദായം 86% ഉയർന്ന് ₹267 കോടി കരസ്ഥമാക്കി. റവന്യൂ 93% ഉയർന്നിട്ടുണ്ട്. IDB ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 43% ഉയർന്ന് ₹1,628 കോടി കരസ്ഥമാക്കി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും 12% ഉയർന്നു. കമ്പനി ₹1.50 ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. MRPL നെറ്റ് പ്രോഫിറ്റ് 40% കുറഞ്ഞ് ₹1,138 കോടി കരസ്ഥമാക്കി. റവന്യൂ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു.
അദാനി പോർട്ട് ഫിലിപ്പീൻസിലുള്ള ബറ്റാൻ പോർട്ട് ഇവർ അക്യൂർ ചെയ്യും എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 30,000 കോടി രൂപയുടെ ലക്ഷറി പ്രോജക്റ്റുകൾ, സിവിൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകൾ ഇന്ത്യയിലുടനീളം അവർ ചെയ്യാനായിട്ട് കമ്പനി ധാരണയായി. ബിർള കോർപ്പ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 193 കോടി രൂപ കരസ്ഥമാക്കി 84 കോടി രൂപയിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് 476 കോടി രൂപയിൽ നിന്ന് 638 കോടി രൂപ കരസ്ഥമാക്കി. ടാറ്റ പവർ കമ്പനി SCVൻ്റെ ഭാഗത്തുനിന്ന് പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് ഇരു കമ്പനികളും. പാരാസ് ഡിഫൻസ് കമ്പനി 20 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. REC കമ്പനി RECക്ക് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഗിഫ്റ്റ് സിറ്റിയിൽ, ഗുജറാത്തിലുള്ള ഗിഫ്റ്റ് സിറ്റിയിൽ അവരുടെ പുതിയൊരു ഫിനാൻഷ്യൽ സർവീസ് സെൻറ്റർ ഓപ്പൺ ചെയ്യാനായിട്ട്. DCM ശ്രീരാം ഇവരുടെ സോഡ ആഷ് പ്ലാന്റ് ഗുജറാത്തിൽ പുതിയതായിട്ട് ഇവർ ഇനാഗ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. ഇനി വീണ്ടും നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റുകളിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ആദ്യം കാണുന്നത് നിഫ്റ്റിയാണ്. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് 0.64 ആണ് പുട്ട് കോൾ റേഷ്യോ. 22,500 ഇപ്പോൾ ഉള്ള സ്പോട്ട്. 22,600, 700, 800 റേഞ്ചുകളിലാണ് കൂടുതൽ കോൾ അഡീഷണലാണ് കാണുന്നത്. അതുകൊണ്ടാണ് പുട്ട് കോൾ റേഷ്യോ 0.64 ആയിട്ടുള്ളത്. മേജർ സപ്പോർട്ട് സോൺ 22,000 ആണ് കാണാൻ സാധിക്കും, ഏറ്റവും ഉയർന്ന ഗ്രീൻ ക്യാൻഡിൽ. ഇത് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 49,500 ആണ് മേജർ റെസിസ്റ്റൻസ് സോൺ, ഉയർന്ന രീതിയിലുള്ള ഒരു റെഡ് ക്യാൻഡിൽ കാണാം. എന്നാൽ സപ്പോർട്ട് സോൺ 48,500, 48,000 എന്ന് പറയുന്നത് രണ്ട് റേഞ്ചാണ്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും അതിൻ്റെ PCR 0.64 ആണ്. അതീവ ബീറിഷായ രീതിയിലാണ് ക്ലോസിങ് നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴുള്ള ഒരു ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇപ്പോഴുള്ള നമ്മളുടെ PCR-നെല്ലാം തന്നെ മാറ്റിയേക്കാം. കോൾ ഷോർട്ട് ചെയ്ത ആളുകളെല്ലാം തന്നെ അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി. പ്രോഫിറ്റ് ബുക്കിംഗ് ഇൻ ദ സെൻസ് നിഫ്റ്റി 100 പോയിൻറ്റ് ഹയറിലാണെങ്കിലും 2 ദിവസത്തെ DKയുടെ ഒരു ബെനിഫിറ്റും, ഇനി ഇപ്പോൾ നിഫ്റ്റി മുകളിലേക്ക് പോകുകയാണെങ്കിൽ സ്വാഭാവികമായ രീതിയിൽ പതിയെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ വിക്സ് പതിയെ താഴേക്ക് പോകും. അപ്പോഴും ഈ മാർക്കറ്റിൻ്റെ ഷോർട്ട് ചെയ്ത ആളുകൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ വിക്സ് പതിയെ താഴേക്ക് വരാതെ മാർക്കറ്റ് കയറിയാലും വിക്സ് കയറുന്ന ഒരു പ്രതിഭാസം കഴിഞ്ഞ ഒരു 7 ദിവസം കൊണ്ട് വിക്സ് 46% ഉയർച്ചയാണ്. അപ്പോൾ അത്തരത്തിൽ പോകുകയാണെങ്കിൽ 2019 പോലെ വിക്സ് 30-ലേക്കൊക്കെ എത്തിച്ചേരുന്ന ഒരു സിനാരിയോ ഉണ്ട്. സ്റ്റിൽ ഇലക്ഷൻ്റെ റിസൾട്ട് വരാനായിട്ട് ഇനിയും സമയമുണ്ട്. അപ്പോൾ ആ ഒരു വിക്സിന് 30-ലേക്ക് പോകുക എന്ന് പറയുന്നത് പതിയെയാണ്. ഒറ്റ ദിവസം കൊണ്ടൊക്കെ വലിയ റാലി ഉണ്ടാക്കുമ്പോൾ മാർക്കറ്റിൽ വലിയൊരു പ്രത്യേകതകൾ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും വൈകിട്ട് 7 മണിക്ക് ഉള്ള മാർക്കറ്റ് ന്യൂസിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.